ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ഒരു 8 മിനിറ്റ് വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 8 മിനിറ്റായി മാറട്ടെ. നിങ്ങൾ പുസ്തകം തുറന്നിരിക്കുകയാണോ, അതോ ജോലി കഴിഞ്ഞ് തളർന്നിരിക്കുകയാണോ? എന്ത് തന്നെ ആയാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ തനിച്ചല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഈ മത്സര പരീക്ഷയുടെ ലോകത്തുണ്ട്. പക്ഷേ അവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് നിങ്ങളുടെ കഠിനാധ്വാനം മാത്രമാണ്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾ പഴയ നിങ്ങളായിരിക്കില്ല. അടുത്ത 8 മിനിറ്റ് നിങ്ങളുടെ ഫോക്കസ് ഈ ശബ്ദത്തിലും നിങ്ങളുടെ ലക്ഷ്യത്തിലും മാത്രമായിരിക്കണം. PSC എന്ന കടമ്പ കടക്കാൻ തയ്യാറാകുന്ന പോരാളികൾക്ക് വേണ്ടി ഇതാ ഒരു പുതിയ തുടക്കം. PSC എന്ന കടമ്പ കടക്കാൻ നിങ്ങൾ തീരുമാനിച്ച ആ നിമിഷം ഓർക്കുന്നുണ്ടോ? വെറുതെ ഒരു ജോലിയല്ല, ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിച്ച ആ ആദ്യത്തെ തീപ്പൊരി. അതായിരുന്നു നിങ്ങളുടെ വിജയത്തിൻ്റെ തുടക്കം. ഓരോ വിജയത്തിന് പിന്നിലും ഒരു സ്പാർക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു കനലുണ്ടാകും. ചിലപ്പോൾ അത് വീട്ടിലെ സാഹചര്യങ്ങളാകാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ അവഗണനയാകാം, അതുമല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണമെന്ന അതിയായ ആഗ്രഹമാകാം. ആ കനലാണ് നിങ്ങളെ ഇത്രയും ദൂരം എത്തിച്ചത്. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ സിലബസ് പഠിച്ച് തീരാതെയാകുമ്പോൾ, അതുമല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റുകൾ വൈകുമ്പോൾ ആ കനൽ അണഞ്ഞു പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. തോൽവികൾ നേരിടുമ്പോൾ ഓർക്കുക, കനൽ കെട്ടുപോയാൽ പിന്നെ ചാരമാണ് ബാക്കി. ആ ചാരത്തിൽ നിന്ന് വിജയമുണ്ടാകില്ല. ഓരോ ദിവസവും ആ കനൽ ആളിക്കത്തിക്കൊണ്ടിരിക്കണം. ഇന്നലത്തേക്കാൾ 1 മാർക്ക് കൂടുതൽ വാങ്ങുമെന്ന് ഉറപ്പിക്കണം. ഇന്ന് പഠിച്ചു തീർക്കുമെന്ന് കരുതിയ ടോപ്പിക് തീർത്തിട്ടേ ഉറങ്ങാവൂ. നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ സ്പാർക്കിനെ ഒരു വലിയ കാട്ടുതീയാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു 8 മിനിറ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചാണ്. അത് നേടിയെടുത്ത ഇതിഹാസങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ മുൻപിൽ വെളിച്ചമായി നിന്ന കുറച്ച് മനുഷ്യരുണ്ട്. അതിൽ ആദ്യത്തെ പേര് ഡോക്ടർ APJ അബ്ദുൽ കലാം സർ. അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആകാശം നോക്കൂ, നമ്മൾ തനിച്ചല്ല. പ്രപഞ്ചം മുഴുവൻ നമുക്ക് സുഹൃത്താണ്. സ്വപ്നം കാണുന്നവർക്കും പണിയെടുക്കുന്നവർക്കും മികച്ചത് നൽകാൻ അതെന്നും കൂടെയുണ്ടാകും. നിങ്ങളിപ്പോൾ പഠിക്കുന്നത് വെറുമൊരു ശമ്പളത്തിന് വേണ്ടിയല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ തലവര മാറ്റാനാണ്. തോൽവികൾ ഉണ്ടാകാം, പക്ഷേ തോമസ് ആൽവ എഡിസൺ പറഞ്ഞതുപോലെ പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള വഴികളാണ്. 10,000 തവണ പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത്, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, മറിച്ച് വിജയിക്കാത്ത 10,000 വഴികൾ കണ്ടെത്തിയെന്നാണ്. നിങ്ങളുടെ ഓരോ തെറ്റായ ഉത്തരവും ശരിയായ ഉത്തരത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. ഇനി നമുക്ക് കുറച്ചു നേരം ഏകാഗ്രതയോടെ പഠിക്കാം. നിങ്ങളിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ആ സിലബസ് ശ്രദ്ധിക്കൂ. ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്നവയാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, ഒരു ലക്ഷ്യം നിശ്ചയിക്കുക, ആ ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ആ ലക്ഷ്യത്തിൽ തന്നെ ജീവിക്കുക. പഠിക്കുമ്പോൾ മനസ്സ് അങ്ങുമിങ്ങും അലയാൻ അനുവദിക്കരുത്. ഈ നിമിഷം നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം മാത്രമാണ് നിങ്ങളുടെ ലോകം. റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ ഒരു ആവേശം നിങ്ങളുടെ പഠനത്തിൽ കൊണ്ടുവരിക. മടുത്തു എന്ന് തോന്നുന്നുണ്ടോ? മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ പുസ്തകത്തിന് മുന്നിൽ ഇരിക്കുന്നത് വെറുതെയാകുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസമാണ് ലോകത്തെ മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധമെന്ന്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ നാളെ നിങ്ങളുടെ വിജയഗാഥയിലെ വഴികളായി മാറും. പരിഹാസങ്ങൾ കേട്ട് തളരരുത്. മറുപടി വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ വിജയം കൊണ്ട് നൽകുക. നിങ്ങൾ ഒരു സർക്കാർ ഓഫീസിലേക്ക് നടന്നു കയറുന്ന ആ ദിവസം, അന്ന് ലോകം നിങ്ങളെ ബഹുമാനിക്കും. അടുത്ത തവണ നിങ്ങൾ പുസ്തകം എടുക്കുമ്പോൾ ഈ ആവേശം കൂടെയുണ്ടാകണം. സ്വപ്നങ്ങൾ കൂടെയുണ്ടാകണം. സ്വപ്നങ്ങൾ കാണുക, അതിനായി ഉറക്കമില്ലാതെ അധ്വാനിക്കുക. വിജയം നിങ്ങളെ തേടി വരും, തീർച്ചയാണ്. നിങ്ങളെ കളിയാക്കിയവർ ചിരിക്കാൻ കാത്തിരിക്കുകയാണ്. തോറ്റു കൊടുക്കണോ, അതോ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് അവരുടെ വായ അടപ്പിക്കണോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പം തുടങ്ങണോ, അതോ എന്നും പരാതിക്കാരനായി ജീവിക്കണോ എന്ന്. അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണ് നിറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അത് സങ്കടം കൊണ്ടാവരുത്, നിങ്ങളുടെ വിജയം കണ്ടുള്ള സന്തോഷം കൊണ്ടാവണം. ആ ഒരു നിമിഷത്തിനു വേണ്ടി ഉണർവോടെ പോരാടൂ.
നിന്റെ വിജയം കാണാൻ കൊതിക്കുന്ന 2 പേരുണ്ട് ഇപ്പോഴും വീട്ടിൽ. ഡോക്ടർ APJ സാർ പറഞ്ഞു, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നമെന്ന്. നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ആ വലിയ ലക്ഷ്യത്തിലേക്ക് ഇന്നൊരു ചുവട് കൂടി വയ്ക്കാം. വെറും ഒരു മോട്ടിവേഷൻ അല്ല, ഇതൊരു മാറ്റമാണ്. വിജയിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം എന്താണെന്ന് അറിയുമോ? ഇന്നും അടുത്തു, നാളെ പഠിക്കാമെന്ന് തോൽക്കുന്നവർ പറയും, ഇന്നുകൂടി കഷ്ടപ്പെടാമെന്ന് ജയിക്കുന്നവർ പറയും. ആ വിജയിയാകാൻ നിങ്ങൾ തയ്യാറല്ലേ? ഈ വിജയം നിങ്ങൾ ഒറ്റയ്ക്ക് നേടിയെടുക്കേണ്ടതാണ്, ഒറ്റയ്ക്ക് പൊരുതി നേടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എക്സ്ക്യൂസസ് എല്ലാം മാറ്റിവെക്കുക. നിങ്ങൾക്ക് എന്ത് നേടണം, അത് എപ്പോൾ നേടിയെടുക്കണം എന്ന വ്യക്തമായ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരും നിങ്ങളും. അതുകൊണ്ട് പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. ഞാൻ തോറ്റുപോകുമോ, എനിക്ക് വിജയിക്കാൻ പറ്റില്ലേ എന്ന ചിന്തകളൊന്നും ഇവിടെ വേണ്ട. നമ്മൾ ജയിക്കും, നമ്മളത് നേടിയെടുക്കും എന്നുള്ള പോസിറ്റീവ് ചിന്ത മാത്രം മതി ഇവിടെ. നിങ്ങളുടെ ഇമോഷൻസിനേക്കാൾ മനസ്സ് ശക്തമാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. പഠനത്തെ ഒരിക്കലും പേടിയോടെ കാണരുത്. ഇഷ്ടപ്പെട്ട് പഠിക്കുക. കഷ്ടപ്പെട്ട് പഠിക്കരുത്, ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. പിന്നെ ഒരു വാശി നിങ്ങളിൽ ഉണ്ടായിരിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ഈ ജോലി ഞാൻ തന്നെ നേടിയെടുക്കുമെന്ന വാശി. നിരാശ എന്ന വാക്ക് ഈ പഠന കാലയളവിൽ നിങ്ങളുടെ ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു കളഞ്ഞേക്കൂ. ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയേക്കാം, സാരമില്ല. പക്ഷേ ആ വീണെടുത്ത് നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് തന്നെ പോവുക. വിജയം കണ്ടിട്ടേ ഇനി വിശ്രമമുള്ളൂ. നിങ്ങൾക്ക് കഴിയും. എന്തും മനസ്സിൽ ദൃഢമായി ആഗ്രഹിച്ചാൽ, ആ ആഗ്രഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അത് എവിടെയും പോവില്ല, നിങ്ങളിൽ തന്നെ എത്തിച്ചേരും. ഇത് ഒരു പ്രപഞ്ച സത്യമാണ്. നിശബ്ദമായി അധ്വാനിക്കുക. നിങ്ങളുടെ വിജയം ലോകം മുഴുവൻ അറിയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.